ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. വീഞ്ഞുണ്ടാക്കുന്നതിനായി മുന്തിരിങ്ങ പല ഭരണികളിലായി ഒരുക്കി കെട്ടിവെക്കും. വയ്ക്കുന്നത് ഒരുമിച്ചാണ്, എന്നാൽ തിരിച്ചെടുക്കുന്നത് പലപ്പോഴായിട്ടാണ്. ഏറ്റവും പിന്നിലിരിക്കുന്നവയാണ് ഏറ്റവും ഒടുവിലെടുക്കുന്നത്. അതിനാണ് വീര്യവും മൂല്യവും കൂടുതൽ. കൂടെ ഇറങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നവരും നിന്നെ പിന്നിലാക്കി കടന്നുപോകുമ്പോൾ മനസ്സിലാക്കുക, ദൈവം നിന്നെ പിന്നിലാക്കിയതാണ്. നിന്നിലേക്ക് ദൈവം പകരാൻ ആഗ്രഹിക്കുന്ന വീര്യവും മൂല്യവും വളരെ കൂടുതലാണ്. നിന്റെ അനുഗ്രഹങ്ങൾ താമസിച്ചു പോയതുകൊണ്ട് നീ സങ്കടപ്പെടല്ലേ. നിനക്ക് നല്ല കാലം വരാൻ പോകുന്നു. ദൈവത്തിൻ്റെ കരുണ നമ്മെ തേടിയെത്താൻ ഇനി അധികം ദൂരമില്ല. മറ്റുള്ളവരെക്കാൾ ദൈവം നിന്നെ മാനിക്കും. ശത്രുക്കളുടെ നടുവിൽ ദൈവം നിനക്ക് വിരുന്നൊരുക്കും. മാനുഷിക കരങ്ങൾ നിന്നെ ഒതുക്കി മാറ്റി നിർത്തുമ്പോൾ ഇതാ ഉയർത്തുന്ന കരം നിന്റെ കൂടെയുണ്ട്. അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പരാജയങ്ങൾ നേരിടാം. പരിമിതികൾ പലതുമുണ്ടാകാം. ശക്തമായ വെല്ലുവിളികളും നേരിടാം. എന്നാൽ തളരാത്ത മനസ്സിൽ, ഉലയാത്ത ആത്മവിശ്വാസത്തോടു കൂടി ക്രിസ്തുവിലും അവൻ്റെ വചനത്തിലും ഉറച്ചു നിന്നാൽ വക്കോളം നിറച്ച് മേൽത്തരമായ അനുഗ്രഹമാക്കി അവൻ നമ്മെ മാനിക്കും. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ മണിക്കൂറുകൾ മാത്രം മതി. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഓരോ നിമിഷവും മരിക്കണം. ഒരു മുളയുടെ വിത്ത് മുളച്ച് നാമ്പിടാൻ 5 വർഷമെടുക്കും. എന്നാൽ ഉയരത്തിലേക്ക് വളരാൻ 6 മാസം മതി. നമ്മുടെ ജീവിതത്തെ ഞൊടിയിടയിൽ മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തനായ ദൈവത്തിൻ്റെ കരം വിശ്വാസത്തോടെ മുറുകെ ചേർത്ത് പിടിക്കുക. ഇയ്യോബ് പറയുന്നു, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യൻ അല്പായുസ്സാണ്. അവൻ്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതും. നല്ല കാലത്തിൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഇയ്യോബ് തൻ്റെ സഹനങ്ങൾക്കുള്ള ഊർജം സ്വീകരിച്ചത് സർവശക്തനായ ദൈവത്തിൽ നിന്നുമാണ്. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് തെറ്റുപറ്റുകയില്ല. ഇരമ്യാവ് 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന പദ്ധതികൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കായുള്ള പദ്ധതികളാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.